ഈ ട്രംപിൻ്റെ ഒരു വ്യത്യസ്തമായ, അതായത് ട്രംപ് വന്ന സമയത്ത് ഇന്ത്യ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വായിച്ചിരുന്നത്, ഇന്ത്യയുമായി നല്ല ബന്ധം മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ ബന്ധം അങ്ങ് ഇല്ലാതാവുകയായിരുന്നു. നേരത്തെ സാറുമായിട്ടുള്ളൊരു ചർച്ചയിൽ അന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നില്ല, പക്ഷേ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ മാറി വരുന്നത്. മാത്രമല്ല, ഒരു ഭരണാധികാരിക്ക് ചേരുന്ന വിധത്തിലൊന്നും അല്ലാതെ ഓരോ ദിവസവും മാറ്റുന്ന ഒരു നിലപാടുകളുമായിട്ട് ട്രംപ് വരികയും ചെയ്തു. പലപ്പോഴും ഇന്ത്യയെ വളരെ മോശമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇന്ത്യ മറുപടിയൊന്നും കൊടുത്തില്ല. നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് മറുപടിയേ ഉണ്ടായിട്ടില്ല. അപ്പോൾ നരേന്ദ്രമോദി ട്രംപിൻ്റെ മുന്നിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് ട്രംപിൻ്റെ രണ്ടാം ഊഴമാണ്. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അല്ലെങ്കിൽ അന്നത്തെ ഭരണ സംഹിതയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് സാധിക്കാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യുന്ന തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നത്. ഒന്ന്. അപ്പോൾ ആദ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അധികാരം എന്താണെന്നറിയാം, എവിടെ ഉപയോഗിക്കണം, ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗവും ദുരുപയോഗം എല്ലാം നടത്താനായിട്ടുള്ള ആ മാനസികാവസ്ഥയിലാണ് അദ്ദേഹം വരുന്നത്. രണ്ട്, ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഒരു കോൺഗ്രസ്സിലേക്കുള്ള ഇലക്ഷനോ എന്തിനും മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇലക്ഷനോ നിന്നിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടില്ല. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വന്നാണ്. ഒരു TV റിയൽ ടൈം എന്തോ ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരെ വരുന്ന പ്രസിഡൻ്റായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം രാഷ്ട്രീയക്കാരൻ്റെ അല്ല, കച്ചവടക്കാരൻ്റെ മനോഭാവം. അപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള മുട്ടാളത്തരവും എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ട്രംപും പ്രധാനമന്ത്രി മോദി ആയിട്ടുള്ള അടുപ്പം കാരണം ഇന്ത്യക്കൊരു നല്ല ഇത് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കച്ചവട കണ്ണോട് കൂടിയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇന്ത്യക്ക് എപ്പോഴും സാധിച്ചൊന്നും വരില്ല. നമ്മളിതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അദ്ദേഹം ഇടപെട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ സർക്കാരിന് സാധിക്കുമോ? ഇല്ല. അതല്ല വാസ്തവം. യുദ്ധം അവസാനിപ്പിച്ച പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ നിർത്തി എന്നുള്ളൊരു നിലപാടിൽ ഇന്ത്യൻ സർക്കാരിന് പുറകിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം, ഇത്രയധികം ലോകത്ത് പലയിടത്തും നാശം വിതയ്ക്കുന്ന ഒരു വ്യക്തിക്ക് നോബൽ സമ്മാനം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ വ്യവസ്ഥയിൽ അത് സാധിക്കും, പാകിസ്ഥാന് സാധിക്കും. അപ്പോൾ അദ്ദേഹം കാണുന്നത് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ എവിടെ നിലനിൽക്കുന്നു എന്നാണ്. ലോകത്ത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരാൾ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി കഴിഞ്ഞിട്ട് സ്വന്തം സ്വത്ത് 4 ഇരട്ടി വർദ്ധിക്കുക എന്നുള്ളത്? $600 മില്യൺ എന്നുള്ള $2.4 ബില്യൺ വർദ്ധിച്ച ഒരു ചരിത്രമാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. ആ രീതിയിൽ ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചിന്താധാരയായിട്ട് ചേർന്ന് പോകാനായിട്ടോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ നയങ്ങൾ വ്യക്തമാക്കുക. ഒരു ട്രേഡ് ട്രീറ്റി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രേഡ് ട്രീറ്റി നെഗോഷിയേറ്റ് ഇപ്പോൾ 18% ആദ്യം കൊണ്ടുവന്നു. എപ്പോഴാണ് കൊണ്ടുവന്നത്? നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഒരു കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഉടനെ പറഞ്ഞത് ഞാനും ഇത് ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാതിൽ അടയുമ്പോൾ വേറെ പല വാതിൽക്ക് തുറക്കാൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശം കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ രണ്ടാമത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഈ 100% അത് അദ്ദേഹമല്ല ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അവിടുത്തെ സെനറ്റും കോൺഗ്രസ്സാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതി അവിടെയുള്ള സാമാജികർക്ക് വരെ കിട്ടിയതാണ് കാണിക്കുന്നത്. അവരംഗീകരിച്ചു. ഇപ്പോൾ അവരംഗീകരിക്കുകയാണ്. കാരണം രാജ്യത്തിനുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് സാമാജികർ, അല്ലേ? അമേരിക്ക തീരുവ കൂട്ടുകയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? ആർക്കാ അതിൻ്റെ ദുരനുഭവം ആർക്കാ ഉണ്ടാവുന്നത്? അവിടുത്തെ ജനങ്ങൾക്കാണ്. സാധനങ്ങളുടെ വില കൂടും. അല്ലാതെ ഈ 100% ആയിക്കഴിഞ്ഞാൽ 100% ഡ്യൂട്ടി കൊടുത്താണ് ഇന്ത്യക്കാരൻ അങ്ങോട്ട് അല്ല. അപ്പോൾ അവസാനം ആ വിപണിയിൽ ഇറങ്ങുന്ന സാധനങ്ങൾക്ക് വില കൂടുകയാണ് ചെയ്യുന്നത്. അതും എന്ത് കാരണം കൊണ്ട്? റഷ്യയിൽ നിന്നുള്ള എണ്ണ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് കീഴടങ്ങാൻ സാധിക്കുമോ? നമ്മൾ ഏത് സ്രോതസ്സിൽ നിന്ന് എണ്ണ മേടിക്കണം എന്നുള്ളത് തീരുമാനിക്കണം നമ്മളല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു അമേരിക്കൻ പ്രസിഡൻറ്റിനോ അമേരിക്കയിലെ നിയമനിർമ്മാണ സഭയ്ക്കോ തീരുമാനിക്കാൻ പറ്റുമോ? നാളെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ അമേരിക്ക വെനിസ്വേലയിൽ കയറി ചെയ്യുന്നത്? പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു മുട്ടാളത്തരം, ആ ഒരു രീതിയിലുള്ള ഇടപെടൽ അംഗീകരിക്കാൻ ഒരു ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യക്കോ ഇന്ത്യയിലെ ഭരണാധികാരികൾക്കോ സാധിക്കില്ല. പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഇല്ല എന്നുള്ളത് ഉവ്വ് എന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നതാണ് ഡിപ്ലോമസി എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് വളരെ തന്ത്രപരമായിട്ട് ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഡിപ്ലോമസി. ഇത് ട്രംപിൻ്റെ വാക്കുകൾ ഡിപ്ലോമസി ഉണ്ടോ? ഇല്ല. ഏറ്റവും പരുഷമായ ഭാഷയിൽ ഏറ്റവും ആൾക്കാരെ കളിയാക്കുന്ന രീതി. ഇപ്പോൾ അത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോട് എന്താണ് പറഞ്ഞത്?
നമ്മൾ അദ്ദേഹത്തെ ഓരോരുത്തരോടും പറയുന്ന രീതി എങ്ങനെയാണ്? സൗദിയുടെ സൗദിയോട് ബി എസിനെ പോലും മോശമാക്കി. ഏറ്റവും നല്ല ബന്ധമാണ് അമേരിക്കയും കാനഡയും തമ്മിൽ. ഗവർണർ ട്രൂഡോ കംസ് ടു മീറ്റ് മീ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രാജ്യത്തെ മുഴുവനാണ് അവഹേളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയോട് അതേ തരത്തിൽ പെരുമാറാനായിട്ട് സാധാരണ ഭരണാധികാരികൾക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ നയം ആ ഒരു ഇതിൽ അതിന് പ്രതികരിക്കുക എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഭരണകൂടവും നമ്മുടെ പ്രധാനമന്ത്രിയും ചെയ്യുന്നുണ്ട്.